ജമ്മു കശ്മീരിലെ മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടം. പൂഞ്ചിൽ 3 പേരും രജൌരിയിൽ ഒരാളും മരിച്ചു. രജൌരിയിൽ 400 വാഹനങ്ങൾ ഒഴുകിപ്പോയി. നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചില ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, എത്ര ദിവസത്തേക്കാണ് ഈ മുന്നറിയിപ്പ്? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ ഇന്നലെ തൊട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാര്യമായി ബാധിച്ചിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളെയാണ്. രജൌരിയിലും പൂഞ്ചിലുമാണ് ഇപ്പോൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പൂഞ്ചിൽ 3 പേരും രജൌരിയിൽ ഒരാളുമാണ് മരിച്ചതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രജൌരിയിൽ നേരത്തെ ഒരു സ്ത്രീയെ ഈ മിന്നൽ പ്രളയത്തിൽ കാണാതായതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവർ തന്നെയാണോ മരിച്ചത് എന്ന് സംബന്ധിച്ചും ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി രജൌരിയിലുണ്ടായി. നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് രജൌരിയിലെ ബസ് സ്റ്റാൻഡ് പരിസരം അടക്കം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 400ഓളം വാഹനങ്ങളാണ് നഷ്ടമായതായി ഇപ്പോൾ അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് അവിടെ നിന്ന് മാറി താമസിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അപകട സാധ്യതാ മുന്നറിയിപ്പും നിരന്തരം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ജനങ്ങളുടെ ജീവനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ജമ്മു കാശ്മീരിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഹിമാലയത്തിന് താഴെയുള്ള സംസ്ഥാനങ്ങളിലും മഴയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ വിവിധ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലും മഴയ്ക്ക് നേരിയ സാധ്യതയാണ് പറയുന്നത്. യെല്ലോ അലേർട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ മൺസൂൺ ഇപ്പോൾ ദുർബലമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരി.